ലോകത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വത്തിന് ഒന്നാമതായി ആവശ്യം മനുഷ്യത്വത്തെ അംഗീകരിക്കലാണ്. ഡിഗ്നിറ്റി ഓഫ് മാൻകൈൻഡ് എന്നതാണ് ഹ്യൂമൻ റൈറ്റ്സിലെ ഏറ്റവും പരമപ്രധാനമായ ആധാരശില. ആ ഡിഗ്നിറ്റി ഓഫ് മാൻകൈൻഡ് ആണ് 95-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിലൂടെ അത്തീൻ സൂറത്തു തീനിലൂടെ വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ പഠിപ്പിച്ചത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും ഉത്തമമായ സൃഷ്ടി വിഭാഗമാണ് മനുഷ്യനെന്ന് പഠിപ്പിച്ചുകൊണ്ട് 17-ാമത്തെ അധ്യായത്തിൽ 70-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ സൂറത്തു ഇസ്രായിലൂടെ പറഞ്ഞു. അള്ളാഹു വിശദീകരിക്കുന്നു, വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. അത് മനുഷ്യനെ നാം ആദരിച്ചിരിക്കുന്നു. ആദരണീയനായ സൃഷ്ടി വിഭാഗമാണ് മനുഷ്യനെന്ന് പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ ഡിഗ്നിറ്റിയെ, മനുഷ്യന്റെ ഔന്നത്യത്തെ ഒന്നാമതായി ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിച്ചു ഇസ്ലാം. അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ടാമതായി പരിഗണിക്കപ്പെടേണ്ടത് യൂണിറ്റി ഓഫ് മാൻകൈൻഡ് ആണ്. നേരത്തെ CH ആഷിഖ് ഇവിടെ വിശദീകരിച്ച മനുഷ്യനെ ഏകദാനതയോടുകൂടി കാണുന്ന ഒരാശയം മാനവികമായ അസമത്വങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നതിലൂടെ മാത്രമേ അവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. 49-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിലൂടെ സൂറത്തു ഹുജറാത്തിലൂടെ ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യന്റെ മുമ്പിൽ പഠിപ്പിച്ചു ഏറ്റവും വലിയ സമത്വത്തിന്റെ ശബ്ദം. നേരത്തെ ബഹുമാന്യ സഹോദരൻ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ലോകത്തിന്റെ സൃഷ്ടാവിന്റെ വചനത്തിന് സമാനം മറ്റൊന്നിവിടെ മാനവികതയുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടാനില്ല. ഇന്നും 21-ാം നൂറ്റാണ്ടിൽ ലോകം പുരോഗതിയുടെ പടവുകൾ അതിശീഘ്രഗതിയിൽ ചവിട്ടിക്കയറിക്കൊണ്ടിരിക്കുമ്പോഴും ഐക്യരാഷ്ട്ര സംഘടനയുടെ യോഗം ചേരുന്ന സന്ദർഭത്തിൽ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്ന കറുത്ത വർഗക്കാരന്റെ നേർക്ക് പുച്ഛഭാവത്തോടുകൂടി നോക്കുന്ന വെളുത്തവൻ ലോകത്തെ യൂറോപ്യൻ. പക്ഷെ ഇവിടെ കറുത്തവനെയും വെളുത്തവനെയും ഐക്യപ്പെടുത്തിക്കൊണ്ട് ഒരണിയായി നിന്നുകൊണ്ട് നമസ്കാരത്തിന്റെ വേളയിൽ തൊഴിലാളിയെയും മുതലാളിയെയും സമ്പന്നനെയും ദരിദ്രനെയും കുചേലനെയും കുബേരനെയും കറുത്തവനെയും വെളുത്തവനെയും തോളോട് തോളുരുമ്മി നേർത്തുകൊണ്ട് കാലിന്റെ മടമ്പുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരേ പ്രാർത്ഥനയോടെ, ഒരേ വികാരത്തോടെ, ഒരേ ചിന്തയോടെ, ഏകഭാവത്തോടെ സൃഷ്ടാവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അത് തന്നെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വർണ്ണങ്ങളിലുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ ദേശീയതകളിൽ ജീവിക്കുന്ന ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് വന്നുകൊണ്ട് 20 ലക്ഷത്തിലേറെ വരുന്ന മനുഷ്യർ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക എന്ന് പ്രഖ്യാപിക്കുന്ന പരിശുദ്ധമായ ഭവനത്തിന് ചുറ്റിലും ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ തൊലിയുടെ നിറം പ്രശ്നമല്ല, സംസാരിക്കുന്ന ഭാഷ പ്രശ്നമല്ല, കഴിക്കുന്ന ഭക്ഷണ രീതി പ്രശ്നമല്ല, ധരിക്കുന്ന വസ്ത്രരീതി പ്രശ്നമല്ല എന്ന നിലക്ക് ഏകദാനതയുടെ, ഏകത്വത്തിന്റെ, മാനവികതയെ അംഗീകരിച്ചുകൊണ്ടുള്ള സമത്വത്തിന്റെ ഏറ്റവും മൂർത്തമായ രൂപമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഈ സമത്വവും ഈ ഐക്യവും എങ്ങനെ ലോകത്ത് നിലവിൽ വരുത്താൻ സാധിച്ചു? സൃഷ്ടാവ് ഏകനാണ് എന്ന് അംഗീകരിക്കുന്നതിലൂടെ, പ്രപഞ്ചത്തിന്റെ അഖിലത്തിന്റെയും നിയന്താവ് ഏകനാണെന്ന് അംഗീകരിക്കുന്നതിലൂടെ, അതിലൂടെ മാത്രമാണ് സമ്പൂർണമായ മാനവീയതയുടെ സംരക്ഷണം ഇവിടെ ഉണ്ടായിത്തീരുന്നത്. മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ പരമപ്രധാനമായ ഏറ്റവും അടിസ്ഥാനപരമായ മറ്റൊരു സംഹിത ഈക്വാലിറ്റി ഓഫ് മാൻകൈൻഡ് എന്നതാണ്. മനുഷ്യന്റെ സമത്വമാണ്. അറബിക്ക് അനറബിയേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു മഹത്വവുമില്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ച മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ വിജയത്തിന്റെ ദിവസത്തിൽ വിശ്വാസികൾ പ്രതീക്ഷയോടുകൂടി നോക്കി നിന്നിരുന്ന കഅബാലയത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ മഹത്വസുന്ദരമായ തൗഹീദിന്റെ ശബ്ദം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്കൊലി ഉയർത്താൻ വേണ്ടി ആ ഖുറൈശി ഗോത്രത്തിലെ സമ്പന്നരായ പ്രതാപശാലികളായിരുന്ന ആളുകൾ പ്രതീക്ഷയോടുകൂടി നോക്കി നിന്നിരുന്ന സന്ദർഭത്തിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കഅബാലയത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് സുന്ദരമായ തൗഹീദിന്റെ ശബ്ദം മുഴക്കാൻ ആദ്യമായി അവസരം നൽകിയ മഹാനായ പ്രവാചകൻ ഈ ഈക്വാലിറ്റി ഓഫ് മാൻകൈൻഡ് എന്ന മനുഷ്യന്റെ സമത്വം എന്ന സുന്ദരമായ ആശയം ലോകത്ത് നിവർത്തിക്കാതെ, ലോകത്ത് നടപ്പിൽ വരുത്താതെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. മനുഷ്യാവകാശത്തിലെ പരമപ്രധാനമായ മറ്റൊരു തത്വസംഹിത റൈറ്റ് ടു ലിവ്, ജീവിക്കാനുള്ള അവകാശം എന്നതാണ്. 5-ാമത്തെ അധ്യായം 32-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ പഠിപ്പിച്ചു. ഇവിടെ വിഷയാവതരണത്തിൽ പരാമർശിക്കപ്പെട്ടു മനുഷ്യ ജീവനുള്ള വില. ദുൽഹജ്ജ് മാസം 10-ാം തീയതി പരിശുദ്ധ കഅബാലയത്തിന് സമീപത്ത് നിന്നുകൊണ്ട്, പരിശുദ്ധ ഭൂമിയിൽ നിന്നുകൊണ്ട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പ്രഖ്യാപിച്ച പ്രഖ്യാപനം. അതെ, ഈ ലോകത്ത് ഏതൊരു മനുഷ്യന്റെയും രക്തം, വിശ്വാസിയുടെ രക്തം, അവന്റെ അഭിമാനം, അവന്റെ സമ്പത്ത്
ഈ ദിനത്തേക്കാൾ, ഈ പ്രദേശത്തേക്കാൾ, ഈ മാസത്തേക്കാൾ പരിശുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച മഹാനായ പ്രവാചകൻ. അതുപോലെ തന്നെ മനുഷ്യ ജീവന്റെ വില ആധുനിക കാലഘട്ടം നമുക്കറിയാം. ഇവിടെ ഏറ്റവും വില നഷ്ടപ്പെട്ടിരിക്കുന്നത് മനുഷ്യജീവനാണ്. കണ്ണൂരിന്റെ തെരുവോരങ്ങളിൽ ഫുട്ബോൾ പോലെ പന്താടപ്പെടുന്ന, തട്ടിക്കളിക്കപ്പെടുന്ന മനുഷ്യന്റെ തലയോട്ടികൾ മാറാടുകളിലൂടെ, തിരൂരുകളിലൂടെ, ഗോണ്ടനാമോകളിലൂടെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഏറ്റവും വില നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യജീവനെ മുൻനിർത്തിക്കൊണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് പ്രപഞ്ചത്തിന്റെ അധിപൻ പഠിപ്പിച്ച ഏറ്റവും ഉന്നതമായ സന്ദേശം, അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ. അന്യായമായ ഒരു മനുഷ്യന്റെ രക്തം ഹനിക്കപ്പെടുന്നത്, ജീവൻ ഹനിക്കപ്പെടുന്നത് ലോകത്തുള്ള സകല മനുഷ്യരെയും വധിക്കുന്നതിന് തുല്യമാണെന്നും, ഒരു മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിക്കാൻ അനുവദിക്കുന്നതിന് തുല്യമാണെന്നുമുള്ള സ്രഷ്ടാവിന്റെ വചനത്തിന് സമാനമായ മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന ഒരാശയം ലോകത്തിന് കാണാൻ സാധിച്ചിട്ടില്ല. അവകാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ മറ്റൊരാശയം റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്ത് സമ്പാദിക്കാനും സ്വത്ത് വിനിമയം ചെയ്യാനുമുള്ള അവകാശമാണ്. മനുഷ്യൻ ഇടപെടുന്ന അവൻ്റെ ജീവിതത്തിലെ മേഖലകളിൽ ഏറ്റവും പരമപ്രധാനമായ സാമ്പത്തിക രംഗം പലപ്പോഴും അന്യായങ്ങൾ കടന്നു വരുന്ന, അധാർമികതകൾക്ക് വളം വെക്കപ്പെടുന്ന സാമ്പത്തിക രംഗം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 2-ാമത്തെ അധ്യായത്തിലെ 188-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആനിൽ ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ചു, വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ വതുദ്ലൂ ബിഹാ ഇലൽ ഹുക്കാം ലിതഅകുലു ഫരീഖൻ മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മി വഅൻതും തഅലമൂൻ. നിങ്ങൾ ഒരിക്കലും തന്നെ അന്യായമായ നിലക്ക് നിങ്ങൾക്കിടയിൽ സമ്പത്ത് ഭുജിക്കാൻ പാടില്ല. നിങ്ങളിലുള്ള വിധികർത്താക്കളെ സമീപിച്ചുകൊണ്ട് ജനങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ സ്വത്ത് അന്യായമായ തിന്മയുടെ മാർഗത്തിൽ സ്വന്തമാക്കാൻ നിങ്ങൾ ശ്രമിക്കാൻ പാടില്ല. അറിഞ്ഞുകൊണ്ട് ആ തിന്മക്ക് നിങ്ങൾ അരുനിൽക്കാൻ പാടില്ല. സ്വത്തിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ക്രയവിക്രയങ്ങളുടെ രംഗത്ത് കൃത്യമായ അവകാശ സംരക്ഷണത്തിന്റെ സന്ദേശം ലോകത്താദ്യമായി പഠിപ്പിച്ച മഹത്തായ ഇസ്ലാം. സ്വത്ത് സമ്പാദിക്കുന്നിടത്ത് സ്വന്തം പേരക്കുഞ്ഞ് പൊതുസ്വത്തിൽപ്പെട്ട കൂട്ടിവച്ചിരിക്കുന്ന ഈത്തപ്പഴത്തിൽപ്പെട്ട ഒന്നെടുത്ത് വായിലിട്ടപ്പോഴേക്ക് ഓടിച്ചെന്ന് തൻ്റെ വിരൽ കൊണ്ട് അത് പുറത്തേക്കെടുത്ത് കഹ് മോനെ തുപ്പിക്കളയോ എന്ന് പ്രഖ്യാപിച്ച മഹാനായ പ്രവാചകൻ. സാമ്പത്തിക രംഗത്ത് ആ ധനത്തിൻ്റെ ആഗമന മാർഗങ്ങളും ചിലവഴിക്കുന്ന രംഗങ്ങളും സംശുദ്ധമാകണമെന്ന് പഠിപ്പിച്ച് ഒരിക്കലും അന്യായമായ ഒരു മനുഷ്യൻ്റെ ഒരു നയാ പൈസ പോലും അന്യായമായി ഹനിക്കപ്പെടരുത്, അന്യായമായി സ്വന്തമാക്കപ്പെടരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ അത് പകർത്തിയ പ്രവാചകൻ. മനുഷ്യാവകാശങ്ങളിലെ പരമപ്രധാനമായ മറ്റൊരാശയമാണ് റൈറ്റ് ടു വർക്ക്, ജോലി ചെയ്യാനുള്ള, തൻ്റെ ധനാഗമന മാർഗങ്ങൾ കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ അവകാശം. 4-ാമത്തെ അധ്യായം 32-ാമത്തെ വചനത്തിലൂടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ചു, വലാ തതമന്നൂ മാ ഫളലല്ലാഹു ബിഹി ബഅലകും അലാ ബഅൽ ലിർരിജാലി നസീബും മിമ്മ ഇക്തസബൂ വലിന്നിസാഇ നസീബും മിമ്മ ഇക്തസബ്ന വസ്അലുല്ലാഹ മിൻ ഫളിഹി ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ. ലോകത്ത് നമുക്കറിയാം, അധ്വാനിക്കുന്ന തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം പുരുഷനും സ്ത്രീക്കും ചെയ്യുന്ന തൊഴിൽ തുല്യമാണെങ്കിലും നൽകപ്പെടുന്ന കൂലി വ്യത്യസ്തമായിരുന്ന ഫ്യൂഡലിസത്തിന്റെ കാലഘട്ടത്തിലും ലോകത്തിന്റെ മുമ്പിൽ ഒരു സന്ദേശം പഠിപ്പിക്കപ്പെട്ടു, വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം. ലിർരിജാലി നസീബും മിമ്മ ഇക്തസബൂ വലിന്നിസാഇ നസീബും മിമ്മ ഇക്തസബ്ന. പുരുഷന് അവൻ സമ്പാദിക്കുന്നതിന്റെ വിഹിതമുണ്ടെന്നും സ്ത്രീക്ക് അവൾ സമ്പാദിക്കുന്നതിന്റെ വിഹിതമുണ്ടെന്നും പഠിപ്പിച്ചുകൊണ്ട് ജോലിയുടെ വിഷയത്തിൽ മനുഷ്യന്റെ അവകാശത്തെ കൃത്യമായി ഉയർത്തിക്കാണിക്കുന്ന മഹത്തായ ഗ്രന്ഥം. മനുഷ്യാവകാശങ്ങളിലെ പരമപ്രധാനമായ മറ്റൊരാശയമാണല്ലോ റൈറ്റ് ടു ഹോണർ എന്നത്, അഭിമാന സംരക്ഷണത്തിനുള്ള അവകാശം. 49-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ വചനത്തിലൂടെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന എന്ന് പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളിൽപ്പെട്ട പുരുഷന്മാർ പുരുഷന്മാരെയോ സ്ത്രീകൾ സ്ത്രീകളെയോ പരിഹസിക്കരുത്, പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായേക്കാം എന്ന നിലക്ക് അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന, മനുഷ്യന്റെ അഭിമാനത്തിന് ഏറ്റവും വലിയ വില കൽപ്പിക്കുന്ന ഈ ആശയത്തിന് സമാനം മറ്റൊന്ന് കാണാൻ സാധിക്കുമോ? മാത്രമല്ല, മനുഷ്യന്റെ അഭിമാനത്തെ ഹനിക്കുന്നതിന് ഗൗരവതരമായ പാപമായി പഠിപ്പിച്ച് 24-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ വചനത്തിലൂടെ പ്രപഞ്ചത്തിന്റെ നാഥൻ വീരമഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന ഒരു അപവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയം പരാമർശിച്ചുകൊണ്ട് അള്ളാഹു വിശദീകരിച്ചു, ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്ക് ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്ം വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അളീം. നിങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമാണ്, ഒരു സംഘമാണ് ആ കള്ളവാർത്തയുമായി വന്നിട്ടുള്ളത്. അതൊരിക്കലും അവർക്ക് നല്ലതാണെന്ന് അവർ വിചാരിക്കരുത്, മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഷർറായിത്തീരും. ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്ം, ഓരോ മനുഷ്യനും അവൻ സമ്പാദിച്ച തിന്മയുടെ പ്രതിഫലമുണ്ടാകുമെന്ന്
ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിച്ച പടച്ച തമ്പുരാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവകാശ സംരക്ഷണത്തിലെ പരമപ്രധാനമായ മറ്റൊന്നാണ് റൈറ്റ് ടു പ്രൈവസി എന്നത്, സ്വകാര്യതക്കുള്ള അവകാശം. 24-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു ഗാർഹികവുമായ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ. അന്യന്റെ വീടുകളിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അനുമതി ചോദിച്ചുകൊണ്ടും സലാം പറഞ്ഞുകൊണ്ടും അല്ലാതെ പ്രവേശിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന.